മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് KSU പ്രതിഷേധം എന്നുള്ളതാണ്. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. മനീഷ്, ഈ പ്രതിഷേധം അവസാനിച്ചോ? വിവരങ്ങൾ? സെക്രട്ടേറിയറ്റ് അനക്സ് 2 മുൻപിലാണ് നിലവിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലാണ് KSUവിന്റെ പ്രതിഷേധം. ഇവിടെ കരിങ്കൊടി കാണിച്ചുകൊണ്ടാണ് ഈ റോഡ് തടഞ്ഞുകൊണ്ട് ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടായിരുന്നു ആദ്യ പ്രതിഷേധം. അത് പോലീസ് തടഞ്ഞു. ഗേറ്റിനകത്തേക്ക് കയറി മന്ത്രിയുടെ ഓഫീസിലേക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. പിന്നാലെ ഇവിടെ കുത്തിയിരുന്ന പ്രതിഷേധമായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും KSU പ്രതിഷേധിച്ചിട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ASFന്റെയും ഒപ്പം തന്നെ AYFന്റെയും പ്രവർത്തകർ ഉടൻ ഈ മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് ഈ അനക്സ് 2 മുന്നിലേക്ക് ഉടൻ എത്തും. അങ്ങനെ രണ്ട് ഭാഗത്ത്, ഒരു വശത്ത് KSUവിന്റെ പ്രതിഷേധമാണെങ്കിൽ മറുഭാഗത്ത് ASFന്റെ YFന്റെ പ്രതിഷേധമാണ്. നമുക്കറിയാം PM ശ്രീ വിവാദമായ VM ശ്രീ പദ്ധതി, വിദ്യാഭ്യാസ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടെന്ന് പ്രതിഷേധിച്ചാണ് ഇങ്ങനൊരു നീക്കം. ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. മന്ത്രിക്ക് ഉടൻ തന്നെ മറ്റ് പരിപാടികൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗേറ്റിന് മുന്നിലെ പ്രവർത്തകരെ നീക്കിയ ശേഷം മാത്രമേ മന്ത്രിക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. 4:30 തന്നെ മന്ത്രിക്ക് ഇറങ്ങേണ്ടതാണ്. ഈ 4:30 മണിക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിലവിൽ ഇതിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച വനിതാ KSU പ്രവർത്തകരെ അടക്കം നിലവിൽ ഈ KSU വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് ഇവിടെ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഏറെ നേരം, അതായത് 10-15 മിനിറ്റ് നേരമായി ഗേറ്റിന് മുന്നിൽ കരിങ്കൊടി കാണിച്ചു. ഒപ്പം തന്നെ മന്ത്രിയെ കടന്നു പോകാൻ അനുവദിക്കില്ല. PM ശ്രീ വിവാദമായ പദ്ധതി ഒപ്പിട്ടത് എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങൾക്ക് കേവലം കോടികൾ വാങ്ങിക്കൊണ്ട്, അത്ര പണം വാങ്ങിക്കൊണ്ട് PM ശ്രീയിൽ ഒപ്പിട്ട പദ്ധതി, അതും മന്ത്രിസഭയിൽ KSUവിന്റെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കുകയാണ് പോലീസ് ഇപ്പോൾ. മറുഭാഗത്ത് AIYFന്റെയും AISFന്റെയും പ്രതിഷേധം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയാണ്. ബാരിക്കേഡ് വെച്ച് പോലീസ് ആ മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസ് മറുഭാഗത്ത് ബലം പ്രയോഗിച്ച് ആ പ്രവർത്തകരുടെ ശ്രമം അതിന് ചെറുക്കുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഇന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. ഭരണപക്ഷ സംഘടന തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങുകയാണ്. LDFന്റെ അടിസ്ഥാന നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഈ PM ശ്രീ പദ്ധതിയിലെ ഒപ്പുവയ്ക്കൽ എന്നതാണ് AIYFന്റെയും AISFന്റെയും ഒക്കെ വിമർശനം. CPIയും നേതാക്കളുമൊക്കെ കൂടിയാലോചന നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഈ ചർച്ചകൾ നടക്കട്ടെ എന്നുള്ള നിലപാട് ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങളൊക്കെ സ്വീകരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ AIYF AISF നേതൃത്വങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. റിനു ശ്രീധറാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നു. റിനു, ജലപീരങ്കി പ്രയോഗിക്കുന്നു AIYF AISF മാർച്ചിന് നേരെ, വിവരങ്ങൾ? PM ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ചാണ് വലിയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം CPI വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമായിട്ടുള്ള AIYFും AISFും യുവജന പ്രസ്ഥാനവും നടത്തുന്നത്. അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഇതാ സെക്രട്ടേറിയറ്റിലെ അനക്സ് 2 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ തന്നെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നു അനക്സ് 2 മുന്നിൽ. തുടർന്ന് ഇവർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമവും നടത്തുന്നു. കൊടിതോരണങ്ങളെല്ലാം ഈ ബാരിക്കേഡിന് മുകളിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഇവർ ബാരിക്കേഡ് മറിച്ചിടുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. തുടർന്ന് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും MOU നിബന്ധനകൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കരുത് എന്നുള്ളതാണ്. കല്ലുൾപ്പെടെ പോലീസിന് നേരെ എറിയുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾ. ഒപ്പം ഇവർ കൊടിതോരണങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന മുളവടിയും ഒക്കെ തന്നെ വലിച്ച് പോലീസിന്റെ മുന്നിലേക്ക് എറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ബാരിക്കേഡ് തകർത്തിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ പ്രതിഷേധം നമുക്കറിയാം. കോഴിക്കോടും കണ്ണൂരിലടക്കം KSUവും വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. ASFും AIYFും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അല്പസമയം മുമ്പാണ് ഈ അനക്സ് 2 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസാണ്. ഈ ഓഫീസിന് മുന്നിലേക്ക് KSUവും ഒരു മിന്നൽ പ്രതിഷേധവുമായി എത്തിയത്. അല്പസമയം മുമ്പാണ് അവരും തൊട്ടപ്പുറത്ത്, ഈ ബാരിക്കേഡിന് തൊട്ടപ്പുറത്തേക്ക് പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ബാരിക്കേഡിന് ഇപ്പുറത്ത് AISFും AIYFും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആദ്യ റൗണ്ട് ഒരു ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നോട്ടില്ല, പ്രവർത്തകർ മുന്നോട്ട് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ ഭരണകക്ഷി സംഘടനയായ ഘടകകക്ഷിയായിട്ടുള്ള തന്നെ CPIയുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയുമാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. തൊട്ടപ്പുറത്ത് പ്രതിപക്ഷ സംഘടനയായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSU ആണെങ്കിൽ ഇപ്പോൾ തൊട്ടിപ്പുറത്ത് ഭരണകക്ഷി സംഘടനയായിട്ടുള്ള AFന്റെയും ASFന്റെയും പ്രവർത്തകരാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും PM3 പദ്ധതിയുമായി മുന്നോട്ട് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉയരുന്നു സംസ്ഥാനത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.